മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കോടതിയിൽ നിന്നും വന്ന ദുർഗയാണെങ്കിൽ കാര്യങ്ങളെല്ലാം തന്നെ ഓർത്ത് വളരെയേറെ വിഷമിക്കുന്നുണ്ട്. ദുർഗയ്ക്കാണെങ്കിൽ സമാധാനമില്ലാതെ ദുർഗ അങ്ങനെ സീമന്തിനെ വിളിക്കുന്നു. സീമന്തിനോടായിട്ട് എടി നീ എന്താടി ഫോൺ എടുക്കാത്തത്, വിളിച്ചാലെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുമ്പോഴേക്കും സീമന്തിനെ ആകെ ഞെട്ടിപ്പോകുന്നു. എന്നിട്ട് ദുർഗ പറയുന്നുണ്ട്, നിൻ്റെ ഭർത്താവ് കൊലയാളി ഇല്ലേടി, അവനാണെങ്കിൽ എനിക്ക് നല്ലൊരു ബന്ധമുണ്ടാക്കി തന്നിട്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനെ അവൻ തന്നെ ഇല്ലാതാക്കിയടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സീമന്തിനിയുടെ മേലെ ദേഷ്യപ്പെടുന്നുണ്ട്. സീമന്തിനി പറയുന്നുണ്ട്, ദുർഗ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നീ മിണ്ടരുത്, നിനക്കെല്ലാം അറിയാമായിരുന്നു, നീയും കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നു. അച്ഛൻ മരിച്ചിരിക്കുന്ന കണ്ണൻ മോനിക്ക് നല്ലൊരു ചികിത്സ കൊടുക്കാൻ കൂടി അയാൾ സമ്മതിച്ചില്ല. നീ നിൻ്റെ മകൾക്ക് വലിയ കൊമ്പത്തെ ആലോചന ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതൊരിക്കലും നടക്കില്ല, കണ്ണൻ അവളെ കണ്ടതായിട്ട് പോലും നടക്കില്ല എന്നെല്ലാം ദുർഗ പറയുന്നത് കേട്ട് സീമന്തിനി ആണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ചു പോകുന്നു. ഇനി അച്ഛനും മോനിക്കും എല്ലാം തന്നുകൊണ്ടിരിക്കുന്ന മാസം തോറുമുള്ള വരുമാനങ്ങളെല്ലാം തന്നെ നിലയ്ക്കും, നീയും നിൻ്റെ മകനും പിച്ചത്തടി എടുത്ത് നടക്കടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗ ദേഷ്യപ്പെട്ടുകൊണ്ട് ഫോൺ വെക്കടി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് മേഘനോടായിട്ട് ദുർഗ പറയുന്നുണ്ട്, അപ്പച്ചി എല്ലാ വിവരങ്ങളും അറിഞ്ഞു, നിൻ്റെ അച്ഛന് ഈ കുടുംബത്തിൻ്റെ ഒരു ഐശ്വര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത്, അയാൾ ഒരു ദുരന്തമാണടാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സീമന്തിനാണെങ്കിൽ പൊട്ടിക്കരയുന്നു. ഇത് കേൾക്കുന്ന മേഘനും ആകെ വല്ലാതെ ആകുന്നുണ്ട്. പിന്നീട് ജയിലിലാണെങ്കിൽ പ്രതാപനോടായിട്ട് വാമദേവൻ പറയുന്നുണ്ട്, നീ എന്ത് പണിയാടെ കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ കാര്യം നിന്നോട് പറയാനായിട്ട് ശ്വാസം മുട്ടി നിൽക്കുകയായിരുന്നു, എൻ്റെ കരുണമോളെ കൊല്ലാനായിട്ടാണ് അവിടെ മാർക്കോ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് മൊഴി മാറ്റി പറയേണ്ട ഒരവസ്ഥ വന്നതെന്നെല്ലാം പറയുമ്പോൾ ഇത് കേൾക്കുന്ന വാമദേവൻ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നു. അങ്ങനെ വാമദേവൻ പറയുന്നുണ്ട്, ഇനി എങ്ങനെയാണ് എൻ്റെ കുടുംബം കഴിയുന്നത്, അവൻ്റെ ചികിത്സ എങ്ങനെ നടക്കും, എല്ലാം ഓർത്തിട്ട് എനിക്ക് ആകെ വല്ലാത്തൊരു വിഷമത്തിൽ തന്നെ ആകുകയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വല്ലാതെ വിഷമിക്കുന്നുണ്ട് വാമദേവൻ. പിന്നീട് ദുർഗയെ കാണാനായിട്ട് കമലേശ്വരത്ത് ചെല്ലുന്ന ദുർഗയാണെങ്കിൽ മുത്തശ്ശിയെ ആട്ടി ഓടിക്കുകയാണ്. മുത്തശ്ശിയോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നിങ്ങളുടെ മോളെ എനിക്കിനി മരുമോളായിട്ട് വേണ്ട എന്ന് പറയുമ്പോൾ ദുർഗയെ നീ അങ്ങനെ പറയരുത്, എൻ്റെ മോളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്നും അതിനെ അവൾക്ക് വളർത്തണ്ടേ, അതുകൊണ്ട് അവളെ നീ സ്വീകരിക്കണമെന്നെല്ലാം പറയുമ്പോൾ ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ ആകെ ദേഷ്യപ്പെടുന്നു. നിങ്ങൾ ഇവിടെ വരുന്നത് കണ്ണന് ഇഷ്ടമില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു പോകാനായിട്ട് ദുർഗ പറയുമ്പോഴേക്കും എനിക്ക് ഉണ്ണിമോനെയും കൂടെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറാനായിട്ട് ശ്രമിക്കുന്ന മുത്തശ്ശിയെ ദുർഗ പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ് പോകുന്നത്, നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി, ഞാൻ അവനെ പോയി കണ്ടിട്ട് കാര്യം പറഞ്ഞോളാം, അവൻ സമ്മതിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അവനെ കണ്ടാൽ മതി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ അകത്തോട്ട് കയറി പോകുന്നു. അതേസമയം മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് 150 പവൻ്റെ സ്വർണം കൊടുത്ത് ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്, എന്നിട്ട് അതിൻ്റെ ഒരു നന്ദി പോലും ഇല്ലല്ലോ ഈ അമ്മയ്ക്കും മകനിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കുന്നു. ദുർഗയാണെങ്കിൽ ഉണ്ണിയോടായിട്ട് ചെന്ന് പറയുന്നുണ്ട്, അവർ വന്നിട്ടുണ്ട്, മകൾക്ക് വേണ്ടി വക്കാലത്ത് പറയാനാണ് വന്നതെന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, നീ ഒന്നും ഇനി അവളെ സ്വീകരിക്കേണ്ട, നിൻ്റെ അച്ഛനെ കൊന്നവൻ്റെ മകളാണ് അവൾ, അതുകൊണ്ട് അവളെ സ്വീകരിക്കേണ്ട എന്ന് പറയുമ്പോൾ അമ്മ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്, അതുകൊണ്ട് അമ്മ ഇപ്പം അങ്ങോട്ട് വരണ്ട, ഈ ഒരു അവസരം നമ്മൾ നല്ല രീതിക്ക് തന്നെ മുതലാക്കണമെന്നല്ല ഉണ്ണി പറയുന്നത് കേട്ട് ദുർഗ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴേക്കും ഉണ്ണി പറയുന്നു, എന്നെ എപ്പോഴും മണ്ണുണ്ണി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന അവർക്ക് തന്നെ മനസ്സിലാകണം എനിക്ക് കുറച്ച് വിലയുണ്ടെന്നുള്ള കാര്യം, അതുകൊണ്ട് ഞാൻ അവരെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ അവരെ കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നു. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ ഉണ്ണിയെ കാണുമ്പോഴേക്കും ഉണ്ണിയോട് പറയുന്നുണ്ട്, മോനെ എൻ്റെ കരുണമോളെ നീ ഒരു തരത്തിലും ഉപേക്ഷിക്കരുത്, നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം, അതുകൊണ്ട് അവളെ നീ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഉണ്ണിയാണെങ്കിൽ ആ കാര്യം പറയാനായിട്ട് മുതിരുകയാണ്. അങ്ങനെ ഉണ്ണി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അച്ഛനെ കൊന്നവൻ്റെ മകളെ സ്വീകരിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിന് സമ്മതിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറയുന്നുണ്ട്. എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കണ്ണേട്ടനെ പോലെ സ്വത്തുക്കളുടെ പാതിയെങ്കിലും കിട്ടിയേനെ, അതെല്ലാം ഇല്ലാതാക്കിയത് നിങ്ങളുടെ മകനാണ്, അതുകൊണ്ട് ഞാൻ പറയുന്ന കണ്ടീഷൻ നിങ്ങൾ സ്വീകരിക്കാമെങ്കിൽ മാത്രമേ നിങ്ങളുടെ കൊച്ചുമകളെ എനിക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുന്നു. നിങ്ങൾക്കൊരു വീടും പറമ്പുമില്ലേ, അത് എൻ്റെ പേർക്ക് എഴുതി തരാമെങ്കിൽ നിങ്ങളുടെ കൊച്ചുമകളെ ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറയുമ്പോൾ മുത്തശ്ശി ഇത് കേൾക്കുമ്പോഴേക്കും ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നു. മുത്തശ്ശിയാണെങ്കിൽ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, നീ ഇതൊഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ തരാമെന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എനിക്ക് ഇത് മാത്രം മതി, എന്നാൽ മാത്രമേ നിങ്ങളുടെ മകളെ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നു. കണ്ണൻ നഷ്ടപരിഹാരം ചോദിച്ചാൽ പ്രതാപൻ്റെ ആവശ്യത്തിന് വേണ്ടി എൻ്റെ വീട് സ്ഥലം വിറ്റ് വേണം അവൻ്റെ കാശ് തീർക്കാൻ, അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് ആലോചിക്കണം മോനെ, അല്ലാതെ ഞാൻ ഒറ്റയടിക്ക് ഉത്തരം പറയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ നിന്നും പോകുന്നു.
പിന്നീട് കരുണാലയത്തിൽ ചെല്ലുമ്പോഴേക്കും കരുണ ചോദിക്കുന്നുണ്ട്, എന്തായി മുത്തശ്ശി പോയിട്ട് ഉണ്ണിയേട്ടനും അമ്മയും എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ആ ഉണ്ണിയെയും അമ്മയും കൊണ്ടൊന്നും ഒന്നും കാര്യങ്ങൾ നടക്കില്ല. ഈ അവിടെ കയറി പറ്റണമെങ്കിൽ നിനക്ക് കണ്ണനും മഹാലക്ഷ്മിയും തന്നെ വിചാരിക്കണം. അവരുടെ കാല് പിടിച്ചാൽ മാത്രമേ അങ്ങോട്ട് കയറാനായിട്ട് നിനക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന കരുണ പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കില്ല. ഞാൻ അവരുടെ കാല് പിടിച്ച് ഇനി അങ്ങോട്ട് തിരിച്ച് കയറിയില്ലെങ്കിലും വേണ്ടിയില്ല, എനിക്ക് അവളുടെ കാല് പിടിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നീ അങ്ങനെയൊന്നും പറയരുത്. നിനക്ക് ഇപ്പോഴുള്ള ആവേശത്തിനാണ് നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇനി ഒരിക്കലും നിൻ്റെ കുഞ്ഞിനൊരു അച്ഛനില്ലാതെ നിനക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നീ ഞാൻ പറഞ്ഞതുപോലെ മഹാലക്ഷ്മി പോയി കാണാനായിട്ട് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് വിടുകയാണ് മുത്തശ്ശി. മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ കരുണയാണെങ്കിൽ മനസ്സോടുകൂടി തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. കരുണയെ കാണുന്നതും മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ ഞെട്ടി വിറയ്ക്കുന്നു. തൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാനായിട്ടാണോ ഇവൾ വന്നിരിക്കുന്നതെന്ന് വിചാരിച്ച് മഹാലക്ഷ്മി ആണെങ്കിൽ കരുണയെ അകത്തോട്ട് കയറാൻ തന്നെ സമ്മതിക്കുന്നില്ല. നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പൊക്കോ. നിന്നെ കണ്ണേട്ടൻ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഇതല്ലായിരിക്കും സ്ഥിതി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അയക്കാനായിട്ട് ശ്രമിക്കുകയാണ് മഹി. അപ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, നീ എന്നോട് ക്ഷമിക്കണം, എൻ്റെ അന്നേരത്തെ ആവേശത്തിന് ഞാൻ അങ്ങനെ ചെയ്തു പോയതാണെന്നും ഇനി ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്നും അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കില്ല, അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണമെന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ അതിന് സമ്മതിക്കാതെ ഇരിക്കുന്നു. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.